ധനമന്ത്രിയോട് സാധാരണ ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ബോധിപ്പിക്കാനുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ 3 വീഡിയോകളിൽ പറഞ്ഞത്. തുടർന്ന് വളരെ പ്രധാനപ്പെട്ട 2 രംഗങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. നമുക്കറിയാം, ഒരു പുരോഗമന സമ്പദ് വ്യവസ്ഥയിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്ന ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പുറമെ പ്രാഥമികമായി തന്നെ അടിസ്ഥാനപരമായി തന്നെ ഉണ്ടാകേണ്ട 4 ഘടകങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മുടെ പല വേദികളിലും ചർച്ച ചെയ്യപ്പെടാറുള്ളതാണ്. അതിലൊന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് ആരോഗ്യം, വേറൊന്ന് തൊഴിൽ, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷ. ഇങ്ങനെ 7 ഘടകങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ മധ്യത്തിൽ നിൽക്കുന്ന 4ാമത് ഘടകമായി നിൽക്കുന്ന വിദ്യാഭ്യാസം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, 1 നൂറ്റാണ്ട് മുമ്പ് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നൊരു സമൂഹത്തെ മുഴുവൻ ഉദ്ബോധിപ്പിച്ച ഒരു മഹാഗുരുവിൻ്റെ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. ഈ കാലത്ത് നമ്മൾ ഓർക്കേണ്ടത്, കേരളത്തെ സംബന്ധിച്ചോളം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ പുരോഗതി നേടാനായിട്ടുണ്ട്. അത് തികച്ചും അസൂയാവർഹമായ പുരോഗതി തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നോളജ് എക്കോണമിയെക്കുറിച്ച്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ ആഗോള വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ മുമ്പ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ തലയെടുപ്പുണ്ടായിരുന്ന കേരള സമൂഹത്തിന് ഇന്ന് വളരെ പിന്നോക്കം പോയിരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഞാൻ എടുത്തു പറയേണ്ടതില്ല. മുഖ്യമന്ത്രി തന്നെ അടുത്ത 6 മാസ കാലത്തിനുള്ളിൽ പല സന്ദർഭങ്ങളിലായി പറയുകയും പുതിയ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തപ്പോൾ അടിവരയിട്ട് പറയുകയും ചെയ്തതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകും എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം വളരെ കൂടുതലുള്ള ഇക്കാലത്ത് ആധുനികങ്ങളായ നിരവധി സങ്കേതങ്ങൾ ഉടലെടുത്ത് വന്നിട്ടുണ്ട്. സ്കൂൾ തലം തൊട്ട് അവ പഠിക്കണമെന്ന് ഡോക്ടർ കസ്തൂരിരംഗൻ കമ്മീഷൻ നാഷണൽ ലെവൽ ദേശീയ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കുന്ന സമിതിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇങ്ങനെ തുടങ്ങി നിരവധി നൂതന സങ്കേതങ്ങൾ ഇന്ന് സമ്പദ് വ്യവസ്ഥയിൽ വൻ സ്ഥാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യയും വിനിമയ വിദ്യയുമൊക്കെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകി വരികയാണ്. അങ്ങനെ വന്നപ്പോഴാണ് സമ്പദ് വ്യവസ്ഥയിൽ നോളജ് എക്കോണമി എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രത്യേക സവിശേഷമായ സ്ഥാനം നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളെപ്പോലെയും അല്ലെങ്കിൽ അവയെക്കാളും മുന്നിൽ ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ, കാരണം ധാരാളം പേര് വിദേശ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, മലയാളികൾ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് വീണ്ടും ഈ രംഗത്തുള്ള ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നോളജ് എക്കോണമിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ പ്രയോജനപ്രദമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് പോകണം. അതിന് കോളേജുകളിൽ സെമിനാറുകൾ നടത്തിയതുകൊണ്ടോ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ഗവേഷണം നടത്തിയതുകൊണ്ടോ ഒന്നും വലിയ കാര്യമുണ്ടാവുകയില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമ്മളൊരു സത്യം മനസ്സിലാക്കിയിരിക്കണം. യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങളും വിദഗ്ധ സംഘവും 3 വിഭാഗവും വളരെ കൂട്ടായ്മയോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട, ചിന്തിക്കേണ്ട, ഫലം തരേണ്ട ഒന്നാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗവേഷണ ഫലങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ഗവേഷണ ഫലങ്ങൾ ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിൽ, ലോക്കലൈസേഷനുള്ള ഈ കാലഘട്ടത്തിൽ, അങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ തദ്ദേശീയമായിട്ടുള്ള വിഭവങ്ങളെ ശരിക്കും വിനിയോഗിക്കുന്നതിന് വേണ്ടി, അത് മനുഷ്യവിഭവത്തെ ഉപയോഗിക്കുമ്പോഴായാലും ഭൗതിക വിഭവത്തെ ഉപയോഗിക്കുമ്പോഴായാലും ധനവിഭവത്തെ ഉപയോഗിക്കുമ്പോഴായാലും നമുക്ക് ആവശ്യമുണ്ട്. ആ കാര്യത്തിൽ സ്വയം പര്യാപ്തതയോ അല്ലെങ്കിൽ നമുക്കൊരു മേൽക്കൈമയോ നേടാനാകണം. ആ രീതിയിലായിരിക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടത്. ആ പരിഷ്കാരങ്ങൾ വരുമ്പോൾ വളരെ ഗൗരവത്തോടെ ഈ മന്ത്രിസഭ അതിനെപ്പറ്റി കണക്കിലെടുക്കേണ്ടതുണ്ട്. ധനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ധനവിഭവം അലോക്കേറ്റ് ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനും അത് കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഭാഗ്യവശാൽ നമ്മുടെ ധനമന്ത്രിയെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസ രംഗവുമായി വളരെയേറെ അടുപ്പമുള്ള ആളാണ്. സിൻഡിക്കേറ്റ് മെമ്പറായും മറ്റ് ഭരണസമിതി അംഗമായും പ്രവർത്തിച്ചെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഈ രംഗത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാകും. ഞാൻ ആദ്യമായി പറഞ്ഞത്,
നോളജ് ക്യാപിറ്റലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്.